മണി 9 ആയില്ലേ? എവിടെ പോയത്? അമ്മ പലവ്യഞ്ജന കടയിൽ പോയതാ. പലവ്യഞ്ജന കടയില്ല? ഇന്നാളല്ലേ ലിസ്റ്റ് കൊടുത്ത സാധനങ്ങളെല്ലാം വാങ്ങിച്ചത്. പിന്നെ പോണത് പലവ്യഞ്ജന കടയിൽ? പതിവാക്കി വെച്ചേക്കട്ടെ അവള്. അച്ഛൻ ചില സാധനങ്ങൾ അമ്മ തന്നെ പോയി മേടിച്ചാലേ ശരിയാകത്തുള്ളൂ. അതുകൊണ്ടല്ലേ അമ്മ പോണത്. പിന്നെ ഭയങ്കര സംഭവം തന്നെ. ചായയോടോ? ചായ ചൂടണ്ടാ? ചൂടാക്കണോ? ചൂടുമില്ല, ഭയങ്കര മധുരം. അത് ചിലപ്പോ അമ്മ ചേട്ടനോ കേശിനോ ഇട്ട് വെച്ച ചായ ആയിരിക്കും. അവന്ന് പോണ്ടേ? അമ്മ പോണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിന് മുന്നേ ഓഫീസിൽ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ടേ ആരൊക്കെയോ മീറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ അവരെ മീറ്റ് ചെയ്തിട്ട് 12 മണിയാകുമ്പോ അമ്മ ഓഫീസിൽ പോകും. അവള് വലിയ പവർ ഓഫീസ്. ഇതിൽ അധികാരം കൂടെയാണ് ഇപ്പൊ. എനിക്കൊന്നും മിക്കവാറും ഇവളെ എംഡി അടിച്ചു കളഞ്ഞിട്ട് ആൾക്കാരെന്ന് ഇവള് കയറിയിരിക്കും. അമ്മ ഇത്ര എഫിഷ്യൻസി ഹാർഡ് വർക്ക് ഉള്ള ഒരു ആളായതുകൊണ്ടാണ് പഴയ പോസ്റ്റിന് മാനേജറിലോട്ട് കയറ്റി വിട്ടത്. അതിങ്ങനെ തരം താത്തി പറയല്ലേ കേട്ടാ. അത് മാത്രമല്ല, അച്ഛന്റെ സൈറ്റിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്ത് സക്സസ് ആയി കഴിഞ്ഞാൽ അച്ഛൻ വലിയ കാര്യത്തിന് പറഞ്ഞു നടക്കാറുണ്ടല്ലോ. അതോ ഈ സിറ്റുവേഷൻ ഒക്കെ എങ്ങനെ ഇടപെട്ട് സോൾവ് ചെയ്യുന്നത് സ്പെഷ്യലായിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. എനിക്ക് സമയമായി പോയി. ഇതിലൊക്കെ മറുപടി പറയാനേ എനിക്ക് പഴയതുപോലെ സമയമില്ല. അത് മാത്രമല്ല, അച്ഛന്റെ വാക്കിന് ഇപ്പൊ പഴയതുപോലെ മൂർച്ചയൊന്നുമില്ല. പണ്ട് അച്ഛന് ഇഷ്ടം പോലെ സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അച്ഛന് വളവളാന്ന് സംസാരിച്ചുകൊണ്ടേ ഇരിക്കും. ഇപ്പൊ അച്ഛന്റെ തലയിൽ കല്ലും മണ്ണും മാത്രമല്ലേ ഉള്ളൂ. മോളെ ലച്ചു, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ബാലു 8 ദിക്കിലും മതി അച്ഛാ, നിർത്ത്. അച്ഛനെ പോണ്ടേ? എവിടെ ചെന്നിട്ട് അച്ഛന് കുറെ പണിയുള്ളതല്ലേ. അടുത്ത് സംസാരിക്കാൻ കൊള്ളൂല. മോളെ പാറുവേ, അച്ഛൻ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് പോകും. പിന്നെ നിന്റെ കണ്ണോട് മൊത്തം എന്റെ കയ്യിൽ. അത് ഓർമ്മ വേണേ. ഞാൻ ഇവിടെ അധിക സമയം ഇല്ലാത്തതുകൊണ്ട് ലച്ചു ഇവിടെ കിടന്ന് വിലസേടല്ലേ. അച്ഛാ വിട്, യു ഗോ മാൻ, യു ഗോ പ്ലീസ്. തൽക്കാലം ഞാൻ പോണം. കാപ്പി റെഡിയാ? കാപ്പി കുറച്ചൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അല്ല, കറി റെഡി ആയിട്ടില്ല. നീ എന്തോ ലച്ചു കാണിക്കണം? നിനക്ക് വാചകടി മാത്രമല്ലേ ഉള്ളൂ, വേറെ ഒന്നും കാണാനില്ലല്ലേ? ഞാൻ പോട്ടാ? നീ എന്തിനു കിടക്കണ കയറി നിൽക്കുന്നത്? അച്ഛനല്ല അച്ഛൻ നേരത്തെ എന്റെ അടുത്ത് പറഞ്ഞു അച്ഛൻ രാവിലെ എണീറ്റ് പോകുന്നു. അതുകൊണ്ടല്ലേ ഞാൻ മര്യാദയ്ക്കൊന്നും ഉണ്ടാക്കാതെ നിന്ന്. ഇപ്പൊ കേറി വന്നിട്ട് അത് റെഡിയായി ഇത് റെഡിയാന്ന് ചോദിച്ചു കുറ്റപ്പെടുത്തണം. ക്യാഷു, ഈ പെണ്ണിന്റെ വായി വല്ല തുണി വല്ലതും കുത്തി കേട്ടാ ഗ്ലാസ്സെങ്കിലും മതി. കൊച്ചെ, ഫുട്ബോൾ തൊട്ടവൾ തട്ടിയാണ്ടല്ലോ അപ്പുറത്തെ പറമ്പിൽ പോയി കിടക്കും നീ. എന്താ കൊച്ചിനെ വല്ലതും ചെയ്താണ്ടല്ലോ ഒരു അറ്റയാടി കുഴിപ്പള്ളത്ത് പോയി കിടക്കും. ഇത് എന്തോന്ന് രാവിലെ തന്നെ ഇത്ര എനർജി കൊടുത്തിട്ട് നീ വഴക്കുണ്ടാക്കാൻ? അച്ഛാ, അച്ഛനടുത്ത് ഞാൻ പിന്നെയും പറയാണ്, അച്ഛൻ അവിടെ പോണം. ഇല്ലെങ്കിൽ പോയില്ലെങ്കിൽ ലാസ്റ്റ് കാര്യങ്ങൾ മൊത്തം അവതാളത്തിലാവും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ലച്ചുവേ, ഞാൻ കാപ്പി പോലും കുടിക്കാതെ പോണത്. ഞാൻ പോയിട്ട് വന്നിട്ട് വാക്കിരിയായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടാ. ഐ ആം വെയിറ്റിംഗ്. നിർത്തടി, ഐ എം വെയിറ്റിംഗ്. ഇപ്പൊ ഈ കിടന്ന് പോരുകയാണെങ്കിൽ രണ്ടുപേരും കൂടി 2 ദിവസം കഴിയുമ്പോൾ രണ്ടും കൂടി ചങ്ങ തോളത്തും കൈയിട്ടിട്ട് പോണ വഴിക്കൊക്കെ ഫുഡൊക്കെ കഴിച്ച് കുഴപ്പത്ത് പോയിട്ട് ചട്ടി അടിച്ചിട്ടാണ് തിരിച്ചു വരണത്. അച്ഛാ രണ്ടുപേരും വലിയ കാര്യമൊന്നും പറഞ്ഞ. രണ്ടുപേരും അടി ഉണ്ടാക്കുമ്പോഴേ നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഭൂമിയിലേക്ക് ഉണ്ടാവുന്നു. എവിടെ കുറച്ച് കഴിയുമ്പോൾ ഉരുകി അങ്ങ് പോകും. അത്രേ ഉള്ളൂ. ലച്ചു ഇനി ഉരുവാൻ കിടക്കണേ ഉള്ളൂ. ഇതൊന്നും അല്ല ഉരുക്കാം. എടേ അവൾ എന്നെ സംസാരം ചെയ്യിക്കൂല, കാരണം അവൾ അച്ഛനാണ് ഞാൻ. അതെനിക്ക് ഓർമ്മയുള്ളത് കൊണ്ടാണ് വെറുതെ വിടുന്നത്. കേശു, ഞാൻ നിന്റെ അടുത്ത് മുമ്പ് പറയൂലേ ഇവൾ ഇവിടെ നിൽക്കണം നമുക്ക് അപകടമാണെന്ന്. അപ്പൊ നീ എന്താണ് പറഞ്ഞത്? അയ്യോ അച്ഛൻ അങ്ങനെ പറയില്ലെന്ന്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8 നും 15 ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ഞാൻ പോണു കേട്ടാ. അപകടം തന്നെടാ. എന്തോ ചുപ്രഹോ, അച്ഛൻ എപ്പോഴാണ് അങ്ങനെ പറഞ്ഞു? അല്ല, അച്ഛൻ അങ്ങനെ സീരിയസ് ആയിട്ടൊന്നും പറഞ്ഞില്ല. കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഫ്ലോയിൽ പറഞ്ഞതേ ഉള്ളൂ. ഫ്ലോയിൽ അത് പറഞ്ഞല്ലേ? അന്ന് അത് ചോദിച്ചിട്ട് കാര്യമുള്ളൂ. ഞാൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് അച്ഛനും ഈ വീടിനും എന്ത് അപകടമാണ് ഉണ്ടായത്? മാറൂല. അച്ഛൻ എന്നെ തല്ലണോ? അച്ഛൻ തല്ലിക്കോ. എടാ, ഈ പെണ്ണിനെ ജോലിക്ക് സമയമില്ലല്ലോ. ഞാൻ ആയിരത്ത് പോയി പരാതി പറയാനേ. അച്ഛൻ ആരത്ത് ഇപ്പൊ പരാതി പറയാൻ പോണ്ട. അച്ഛൻ ഇപ്പൊ ജോലിക്ക് പോണെന്നല്ല, പോ നോക്ക്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അച്ഛൻ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയേക്കണ എന്തുകൊണ്ടാ? എന്റെ കാശ് മോഹിച്ചല്ലേ. എന്നെ ഇവിടെ പിടിച്ചു നിർത്തി എന്റെ കാശ് മേടിച്ച് പുട്ടടിക്കണം. ഇപ്പൊ ഞാൻ കൊള്ളൂലാത്തവള് അല്ലേ? എനിക്കറിയാം അച്ഛൻ എന്നെ ഇവിടെ നിന്ന് വിടാത്തത് എന്തുകൊണ്ടാണെന്ന്. എന്റെ പൈസ ഇങ്ങനെ നെക്കിപ്പിഴിഞ്ഞ് എടുക്കാലോ. ഇവിടെ ഒഴുകണത് മൊത്തം ഗൾഫുകാരന്റെ പൈസയല്ലേ. ഇതിന്റെ തല മൊത്തം അച്ഛന്റെ ആണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. പറഞ്ഞു കേട്ടാടേ, 2 പുരുഷ കേസുകളെല്ലാം കേട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എടാ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലടാ ഇവള് വാക്ക് മാറ്റി പറയും, എന്നെ അപമാനിക്കുന്നത് പറഞ്ഞിട്ടില്ലേ? നീ നോക്കിയാൽ നാട്ടുകാരെയും വീട്ടുകാരെയും മധ്യത്തിൽ വെച്ച് ഇവിടെ അപമാനിക്കും. അല്ലെങ്കിൽ നീ എന്നെ ഇങ്ങനെ വിളിച്ചോ? ചേച്ചി ഇപ്പൊ പറഞ്ഞ ഭയങ്കര മോശമായി പോയിട്ടോ. ചേച്ചി ഇപ്പൊ അങ്ങനെ പറയാൻ പോയെ? ഞാൻ പറഞ്ഞത് മോശമാണോ? അപ്പൊ അച്ഛൻ പറഞ്ഞത് മോശമല്ലേ? എന്തോന്നാ ഞാൻ ഇവിടെ നിൽക്കുന്ന അപകടമാണെന്ന് പറഞ്ഞത് മോശമൊന്നും അല്ലേ? നിനക്ക് അതിൽ തെറ്റൊന്നും കാണാൻ വയ്യേ? എടാ, പണ്ട് അച്ഛൻ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? എന്റെ തലവട്ടം കണ്ടപ്പോ തൊട്ട് അച്ഛൻ നശിച്ചു തുടങ്ങിയെന്നല്ലേ? അങ്ങനെ പറയുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. മുടിയന്റെ തലവട്ടം കണ്ടപ്പം കുടുംബം നശിച്ചെന്ന് ഞാൻ പറഞ്ഞു. അയ്യോ, ഇനി എന്റെ നേർക്കുവാ. എന്റെ തലവട്ടം കണ്ടപ്പോ നിങ്ങൾക്ക് നശിക്കാൻ നിങ്ങളുടെ കയ്യിലൊക്കെ എന്താ ഉണ്ടായിരുന്നേ? നീയൊക്കെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴേ അതിന് ഉത്തരം പറഞ്ഞിട്ട് എനിക്ക് നേരമില്ല. എനിക്കൊരു ചെറിയൊരു ജോലി ഉണ്ടേ,
അതിന് പോകണം, സമയത്ത് പോകണം. അതുകൊണ്ടാണ് കഞ്ഞൂടി ജീവിക്കുന്നത്. എനിക്ക് ദർഭമൊന്നും അയച്ചാൽ ആരുമില്ല. അയച്ചു തന്നൊക്കെ ഇഷ്ടംപോലെ മേടിച്ചിട്ടുണ്ടല്ലോ. തിരിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ അങ്ങനെ കുടുംബക്കാരൊക്കെ ആകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും വാങ്ങലും ഒക്കെ കാണും. അതൊക്കെ ഒരു പരസ്പര സഹായമാണ്. നാച്ചുറൽ. ഡാഡാ നിന്റെ ഈ കാർന്നൂര് ചമയുണ്ടല്ലോ, അത് ഉച്ചേച്ചിയുടെ വീട്ടിലും ജനസേവാ കേന്ദ്രത്തിലൊക്കെ മതി, ഇവിടെ വേണ്ടട്ടാ. എടാ നീ ആരാണെന്നും എന്താണെന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാടേ. ഞാൻ ആര് പറ, ഞാൻ ആരെന്ന് പറ. എന്നിട്ട് ഇനി പറഞ്ഞു തരണോ ഞാൻ? മോളായി മരുമോനായി അവരുടെ ജീവിതമായി. പക്ഷെ ഞാൻ ഒന്ന് പറയാം, ലച്ചുന് അഹങ്കാരാണെന്ന് കുടുംബത്തിലും നാട്ടിലൊക്കെ പാട്ടാണ്. അച്ഛാ എടേ, എന്തെന്നാ? അവിടെ ഇരുന്ന്. നീ ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കാൻ പോലെ ചേടഞ്ഞാ കൊമ്പനാ, വെറുതെ ആവശ്യമില്ലാത്ത പരിപാടി നിൽക്കല്ലേ. ലച്ചുവേ, നീ ഇത്രേ ഉള്ളൂ. അച്ഛനെ രാമരാവണ യുദ്ധം കണ്ടവനാണ് കേട്ടാ. അതുകൊണ്ട് മോള് പോ. ഞാൻ എങ്ങോട്ട് പോവാൻ? അത് നീ തന്നെ അങ്ങ് തീരുമാനിച്ചാൽ മതി. ഞാൻ ചില തീരുമാനം എടുക്കും, അതോടെ ഇവിടെ ചിലവരുടെ മുഖമൊക്കെ അങ്ങ് ചുക്കി ചുളുങ്ങും. മക്കളെ ലച്ചു, നീ പോ, കളിക്കാതെ നീ പോ. ഞാൻ എവിടെ പോവാനാ അച്ഛാ? ഞാൻ മനസ്സിൽ തട്ടി പറയണം, നീ കുഴിപ്പള്ളത്ത് പോ. ലച്ചു, നീ ഇവിടെ നിന്നാ നമുക്ക് അപകടമാണ്. അതെന്ത് പുറത്താണ് അച്ഛൻ പറഞ്ഞത്? ചേച്ചി അടങ്ങി ചേച്ചി. എന്തോന്ന് അടങ്ങ് നീ. കൈ തൊടാ അച്ഛൻ പറഞ്ഞിട്ട് പോകുന്നത് കേട്ടില്ലേ? പിടിച്ച് കെട്ടടാ അവളെ. അച്ഛൻ ജോലിക്ക് പോയതല്ലേ. പോകാൻ പറയണം. എടാ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അതുപോലെ പോണം. ഇതിപ്പോ എന്റെ അടുത്ത് പറഞ്ഞത് എന്താ, ഞാൻ അവിടെ നിൽക്കുന്ന അപകടമാണെന്ന്. എടി ഒന്ന് വിട്ട് കളയടി. വിട്ട് കളയാൻ പറ്റൂല. എനിക്കറിയണം അച്ഛൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്നുള്ളത്. അങ്ങനെ പറഞ്ഞാല് കാര്യമുള്ളതുണ്ട്. ഞാൻ പോയി കഴിക്കട്ടെ, എനിക്ക് വിശക്കണ്. അങ്ങനെ പറഞ്ഞാല് കാര്യമുള്ളതുകൊണ്ടാ. കേശുവേ, ദാ.